ഹലോ ഗൈസ്, അപ്പോൾ 7:45 ആയപ്പോൾ വയനാട് യാത്ര തുടങ്ങിയിട്ട് ഞങ്ങൾ ഒരു പരിചയമില്ലാത്ത ആൾക്കാരുടെ കൂടെയല്ലേ ഇപ്പോൾ നമ്മളീ പോണത്. അപ്പോൾ ആദ്യം സെൽഫ് ഇൻട്രൊഡക്ഷൻ നടത്തി. പിന്നെ അത് കഴിഞ്ഞ് ഒരു 8:30 ഒക്കെ ആയപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങി. ഞങ്ങൾ ചപ്പാത്തിയും പൊറോട്ടയൊക്കെയാണ് വാങ്ങിച്ചത്. ഞങ്ങൾ ഈ യാത്രക്ക് വരുമ്പോൾ ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ യാത്ര ചെയ്യാൻ തുടങ്ങി നോക്കുമ്പോൾ അങ്ങനത്തെ ഒരു ടെൻഷൻ്റെ ആവശ്യമില്ല. കാരണം ഡ്രൈവറായാലും കണ്ടക്ടറായാലും യാത്ര ചെയ്യണ നമ്മൾ കൂടുതലുള്ള ആൾക്കാരാണെങ്കിലും ഒക്കെ നല്ല ആൾക്കാരായിരുന്നു. പിന്നെ കരിന്തണ്ടൻ സ്മാരകത്തിൻ്റെ അവിടെ നിർത്തി കുറച്ച് നേരം എല്ലാവരും ഒന്ന് റിലാക്സ് ചെയ്തു. കുറേ നേരമായില്ലേ യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ട്. പിന്നെ അടുത്തത് പോയത് പൂക്കോട്ട് തടാകത്തിലേക്കാണ്. അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ ഇതിന് മുന്നേ വന്ന് കണ്ടത് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ സൈക്ലിങ്ങും കുതിര സവാരിയൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അതിലാണ് കയറിയത്. സൈക്ലിങ്ങിൽ കയറിയിട്ട് എൻ്റെ പേടി ഉണ്ടാക്കുമ്പോൾ മറ്റൊരു രണ്ടാളും അതിൽ കയറിയില്ല. പിന്നെ ഞങ്ങൾ കുതിര സവാരി ചെയ്തു. ഉച്ചയ്ക്ക് ഒരു 1:30 ഒക്കെ ആയപ്പോൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങി. ഞങ്ങൾ മന്തിയാട്ടോ വാങ്ങിച്ചത്. എൻ്റെ ഒരുവിധം എല്ലാ വീഡിയോസിലും ഈ മന്തി ഉണ്ടാവും. കാരണം മന്തിൻ്റെ ഒരു ഫേവറേറ്റ് ഫുഡാണ്. പിന്നെ അടുത്തത് പോയത് ഹണി മ്യൂസിയത്തേക്കാണ്. ഞങ്ങൾ ബസ് ഇറങ്ങിയപ്പോൾ നല്ല ഭംഗിയുള്ള സ്ഥലം കണ്ടു. അപ്പോൾ അവിടെ ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുത്ത് നിന്ന് നോക്കുമ്പോഴത്തേന് പോയവരൊക്കെ തിരിച്ചു വന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അവിടെ കയറിയില്ല. അടുത്തത് ബാണാസുര ഡാമിലേക്കാണ് പോണത്. ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ കുറച്ച് ലേറ്റായി. 5:30 വരെ ഇവിടെ ടിക്കറ്റുള്ളൂ. ടിക്കറ്റ് എടുത്ത് കഴിക്കാനുള്ളത് വാങ്ങിച്ച് ഞങ്ങൾ അതിൻ്റെ അകത്ത് കയറി. ഇവിടെ ഡാമിൻ്റെ മുകൾക്ക് ഒരുപാട് നടക്കാനുണ്ട്. നടക്കാൻ വയ്യാത്തവർക്ക് വണ്ടി സൗകര്യമുണ്ട്. ഒരാൾക്ക് 40. കുട്ടികളെ പിടിച്ച് നടക്കാൻ വയ്യാത്തതുകൊണ്ട് ഞങ്ങൾ വണ്ടിക്കാണ് പോയത്. മുകളിൽ കയറി വയ്ക്കുമ്പോൾ നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. പിന്നെ ഈ വ്യൂവും കണ്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങൾ ഡാമിൻ്റെ മുകളിലേക്കൊന്നും കയറിയില്ല. അവിടെ ഒന്നും കാണാനും പറ്റിയില്ല. കാണുന്നവർ വിചാരിക്കും ഞങ്ങളിപ്പോൾ എന്തിനാ പോയിന്ന്. എവിടെ ഞങ്ങൾ കണ്ടതുമില്ല കയറിയതുമില്ല. സത്യം പറഞ്ഞാൽ എന്തിനാ പോയിന്ന് ഞങ്ങൾക്കും അറിയില്ല. ഇവിടെയൊക്കെ കണ്ട് കഴിഞ്ഞപ്പോഴത്തേന് 6:30 മണി കഴിഞ്ഞു. പിന്നെ മഗ്‌രിബ് ബാങ്ക് കൊടുക്കാറായി. അപ്പോൾ പിന്നെ ചായ കുടിക്കാനും നിസ്കരിക്കാനൊക്കെ പാടായിട്ടുള്ള ഒരു സ്ഥലത്താണ് പിന്നെ പോയി ഇറങ്ങിയത്. വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേന് ബസ്സിലുള്ള എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരിചയമായി സെറ്റായി. പിന്നെ പാട്ടായി, കളിയായി, ചിരിയായി. നല്ല അടിപൊളി വൈബായിരുന്നു. ഇനി ജംഗിൾ സഫാരിക്ക് പോണത് വേറൊരു ബസ്സിലാണ്. അങ്ങനെ ആ ബസ്സിൽ കയറി ജംഗിൾ സഫാരി തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ കുറുവാ ദ്വീപിലെത്തിയിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിക്കുന്നത് രാത്രിക്കലത്തെ. പിന്നെ 2-3 മണിക്കൂർ കാട്ടിൽ കൂടെയുള്ള യാത്രയായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുറേ മാനുകളും കാട്ടുപോത്തും ആനയും ഒരുപാട് മൃഗങ്ങളുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു ആ യാത്ര. ജംഗിൾ സഫാരി കഴിഞ്ഞ് ചുരം ഇറങ്ങുമ്പോൾ 1 മണി കഴിഞ്ഞിരുന്നു. വീട്ടിൽ 12 മണിയാകുമ്പോഴത്തേന് എത്തും പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോകുന്നത്. പിന്നെ അൽഹംദുലില്ലാ യാത്രയൊക്കെ നല്ലതായിരുന്നു. കുട്ടികളും അലമ്പൊന്നും ഉണ്ടാക്കിയില്ല. 5:30 ഒക്കെ ആയപ്പോൾ സ്റ്റാൻഡിലെത്തി. ഞങ്ങൾ അവിടുന്ന് പട്ടാമ്പി ബസ് കയറി. 6:30 ഒക്കെ ആയപ്പോൾ പട്ടാമ്പിയിലെത്തി. പിന്നെ ഓരോ ചായയും കുടിച്ച് അങ്ങനെ വീട്ടിൽ പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.